മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നതല്ലേ സർ. അപ്പോ LDFന്റെ കാലത്ത് തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവര് തീരുമാനിച്ചിരുന്നു എന്നാണ് ഇവർ നേരെ തിരിച്ച് ഇപ്പോഴത്തെ ഭരണകൂടം പറയുന്നത്. അപ്പൊ ഈ വീര്യം കുറഞ്ഞ മദ്യമായാലും എന്ത് തന്നെ ആയാലും അടിക്കടി ഈ പോളിസി മാറ്റുന്നത് ആരാണ്, എന്താണ് എന്നുള്ളതാണ് ജനങ്ങൾക്ക് സത്യത്തിൽ പിടികിട്ടാത്തത്. ആരാണ്, എവിടെ നിന്നാണ് ഞങ്ങൾക്കിട്ടൊരു കുത്ത് തരുന്നത് എന്നുള്ളതായിരിക്കുമല്ലോ ജനം സ്വാഭാവികമായിട്ടും ചിന്തിക്കുക. എന്താണ് സാറിന്റെ അഭിപ്രായം ഇതില്? അല്ല, നമ്മൾ സാധാരണ പറയാം മദ്യത്തിൽ വീര്യം കൂടുക എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിന്റെ പെർസെൻറ്റേജ് കൂടുക എന്നാണല്ലോ പിന്നെ അർത്ഥം. ഇപ്പൊ 35, 40, 40 മീതിയൊക്കെ ഉള്ള വിസ്കി ബ്രാൻഡി പോലെയുള്ള മദ്യങ്ങൾ, വളരെ കുറവുള്ള 5, 10 താഴെയുള്ള വീൻ മറ്റേ ബിയർ പോലെയുള്ള മദ്യങ്ങൾ, ഇതാണ് നമ്മുടെ 2 മദ്യ റേഞ്ച്. ഇതിനിടയിൽ 5 മുതൽ 20% വരെയുള്ള മദ്യം, വീര്യം കുറഞ്ഞ മദ്യം എന്ന്. ഇപ്പോൾ ബിയർ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ ചിലർ പറയും ബിയറാണ്. പക്ഷെ ബിയറിന്റെ പ്രശ്നം അതൊന്നും ഈ മൊളാസിസ് അങ്ങനെ ഇതുണ്ടാക്കി എടുക്കുന്നതല്ല, അതായത് ആൽക്കഹോള് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, വാറ്റുന്നതല്ല വേറെ അർത്ഥത്തിൽ. ഇപ്പോ ആൽക്കഹോൾ എടുക്കുന്ന മദ്യം, അല്ലെങ്കിൽ ഇപ്പൊ ബ്രാൻഡി വിസ്കി ഒക്കെ കൊണ്ടിരുന്ന പോലെയുള്ള മദ്യം, അങ്ങനെയുള്ള മദ്യങ്ങൾ ഒരു വേറൊരു വിഭാഗമാണ്. അത് വീര്യം കൂടിയതും കുറഞ്ഞതുകൊണ്ട്. പക്ഷെ നമ്മുടെ തമാശ എന്താ വെച്ചാൽ സാധാരണഗതിക്ക് മനുഷ്യർ കുടിക്കുമ്പോൾ വീര്യം കൂടിയതും കുറഞ്ഞതും ഒക്കെ കുടിച്ചാൽ വീര്യത്തിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ രാഷ്ട്രീയത്തിൽ അങ്ങനെയില്ല. മദ്യത്തിന് ഏത് കുടിച്ചാലും മദ്യത്തിന് ഒരു വീര്യ. രാഷ്ട്രീയത്തിൽ ഒരു തർക്ക വിഷയം മാത്രമാണ് മദ്യം യഥാർത്ഥത്തിൽ. അതിൽ പോളിസി, രാഷ്ട്രീയത്തിലെ പോളിസിയിൽ ഒന്നാമത്തെ കാര്യം മദ്യത്തിൽ നിന്ന് സർക്കാരിന് എത്ര വരുമാനം ഉണ്ടാക്കാം എന്നതാണ് ഒന്നാമത്തെ നോക്കുക എല്ലാ സർക്കാരുകളും. രണ്ടാമത്തെ നോക്കുക നമുക്ക് എത്ര കാശ് അതിൽ നിന്ന് അടിച്ചു മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ UDF സർക്കാരിന്റെ കാലത്ത്, കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് വലിയ വിവാദമായതാണ് മദ്യം. അങ്ങനെയാണ് 400-ലധികം ബാർ ഉണ്ടായിരുന്നു. കുറെ മോശപ്പെട്ട ബാറുകൾ പൂട്ടണമെന്ന് സുധീരൻ എന്ന KPC പ്രസിഡന്റ് ആവശ്യപ്പെടുകയും അങ്ങനെയാണെങ്കിൽ എല്ലാ ബാറും പൂട്ടിക്കൊള്ളാൻ 400-ലധികം ബാർ ഒന്നിച്ചടയ്ക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. 400 അപ്പൊ നോക്കിയപ്പോൾ എന്ത് പറ്റും, 2016 തെരഞ്ഞെടുപ്പ് വന്ന കാലത്ത് കേരളത്തിൽ 29 ബാറേ ഉള്ളൂ. 29 ബാറായിക്ക് കുറച്ചു. പിണറായി വിജയൻ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അത്ര വീര്യം കുറഞ്ഞൊന്നും പറ്റില്ല. അവരെന്ത് ചെയ്തു, ബാറുകളുടെ എണ്ണം അങ്ങോട്ട് കൂട്ടി. ഇപ്പൊ ഏതാണ്ട് 850, 860 ബാറുണ്ട്. 10 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ വളർച്ച ഈ ബാറിന്റെ എണ്ണത്തിലാണെന്ന് പറയാം. അവർ പറയുകയും ചെയ്തു ഞങ്ങൾ മദ്യവർജനാണ് ഞങ്ങളുടെ നയം, മദ്യം നിരോധനമല്ല. അപ്പൊ മദ്യവർജനം എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ ബാറിന്റെ എണ്ണം കൂട്ടി കുറയ്ക്കും. ബാറിന്റെ എണ്ണം കൂട്ടിയെന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ അതിന്റെ സമയവും കൂട്ടി. ഇത് 8 മണി വരെ ഉള്ളത് 10 ആക്കി, 10, 12 ആക്കി. പിന്നെ ടൂറിസ്റ്റ് മേഖലയാണ് നിങ്ങൾക്ക് രാവിലെ 3 മണി വരെ ആവാം. പിന്നെ കുറച്ച് പൈസ അടച്ചാലാവാം. പിന്നെ IT മേഖലയിലാവാം. അങ്ങനെ പരമാവധി അത് വ്യാപിപ്പിക്കുക. എന്നിട്ട് പിന്നെ അതിന് പറഞ്ഞൊരു ന്യായമുള്ളത്, ഇതില്ലെങ്കിൽ മയക്കുമരുന്ന് കൂടുതൽ വരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടത് മയക്കുമരുന്ന് മദ്യത്തിന്റെ പോലെ തന്നെ വ്യാപകമായി സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പോളിസി പൈസ മേടിക്കുക എന്നുള്ളത്. ഇപ്പൊ VD സതീശന്റെ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അവർ UDF പൊതുവെ മദ്യനിരോധനവും കോൺഗ്രസും ഗാന്ധിയും ഒക്കെ ആണല്ലോ അതിന്റെ രീതി. അപ്പൊ അതുകൊണ്ട് VM സുധീരനെ പോലെയുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മദ്യവ്യാപനം തടയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണ്. അത് നമ്മൾ പറയാൻ പറ്റില്ല. അന്നും അദ്ദേഹം അത് തന്നെയാണ് ചെയ്തത്, ഉമ്മൻചാണ്ടി മന്ത്രിസഭ. പക്ഷെ ഇപ്പോ സ്ഥിതിഗതികൾ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇപ്പൊ വിവാദം വന്നൊരു കാര്യം, വീര്യം കുറഞ്ഞ മദ്യത്തിന് ഈ പറഞ്ഞ 5% മുതൽ 5 മുതൽ 20 വരെയുള്ള ശതമാനം വരെയുള്ള മദ്യത്തിന് അതിന്റെ നികുതി നിശ്ചയിച്ചു. മുമ്പ് അതിന് നികുതി ഉണ്ടായിരുന്നില്ല. ഇത് മുമ്പ് ഈ മദ്യം ഇവിടെ ഉണ്ടായിരുന്നു, മദ്യം വേണമെന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പുറത്തു വന്നിട്ടുള്ളത്. ഈ മദ്യം വിതരണം ചെയ്യണമെന്ന് തീരുമാനിച്ചതാരാ? LDF. ഈ മദ്യത്തിലേക്കാണ്. അതിനകത്ത് അവർ പറഞ്ഞത് ഉദയഭാനു കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് മദ്യത്തെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഉദയഭാനു കമ്മീഷനെ വയ്ക്കുകയും ഉദയഭാനു കമ്മീഷനിൽ ഒരു നിർദ്ദേശം, വീര്യം കുറഞ്ഞ മദ്യം ധാരാളം ലഭ്യമാക്കിയാൽ ആളുകൾ വീര്യം കൂടിയ മദ്യത്തിലേക്ക് പോകുന്നതും മയക്കുമരുന്നിലേക്ക് പോകുന്നതും തടയാം. ഉദയഭാനു എന്ന് പറയുന്ന അദ്ദേഹം ഒരു മദ്യവിരുദ്ധനാണ്. അദ്ദേഹത്തിന്റെ ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് വീര്യം കുറഞ്ഞ മദ്യം നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചത്. അതിനുള്ള ചട്ടം ഉണ്ടാക്കി. ഇതൊരു ചട്ടം വേണം. അതപ്പോ അല്ലെങ്കിൽ ഇപ്പൊ ഇവർ പറയുന്നത് 251% നികുതിയാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. 250% നികുതിയാണ്, ചട്ടമൊന്നും ഉണ്ടാക്കണ്ട. എല്ലാ മദ്യത്തിനും ഒരു നികുതി എന്ന് പറഞ്ഞാൽ മതി. അതിന് പ്രത്യേക ചട്ടം ഉണ്ടാക്കി. ചട്ടം ഉണ്ടാക്കണം എന്തിനാ? അത് വേറെ കാറ്റഗറി ആക്കാനാണ്. കാറ്റഗറി ആക്കുമ്പോൾ നികുതിയും വേറെ വരാം. അതിന് നികുതി ഇട്ടിട്ടില്ല. സതീശൻ എന്ത് ചെയ്തു? അതിനങ്ങ് നികുതി ഇട്ടു. അതിന് നികുതി ഇട്ട്
അതിന് 121% നികുതി ഇട്ട് ബജറ്റിൽ വകയിരുത്തി. പക്ഷെ അത് മുന്നണി പോലും അല്ല, അത് പറയാം. ബജറ്റിൽ ഒരു നികുതി ഏർപ്പെടുത്തുന്നതിന് മുന്നണി അറിയണ്ട. ടെക്നിക്കലി സതീശൻ കറക്റ്റാ. എന്താ കാര്യം, ബജറ്റിൽ ഒരു ബജറ്റ് ധനകാര്യമന്ത്രിയുടെ പ്രൊറോഗേറ്റീവാണ്. സഹമന്ത്രിമാരോട് പോലും പറയില്ല ഓരോ വകുപ്പിന്. ബജറ്റിൽ ലീക്കാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ബജറ്റിൽ നികുതി ഇടാൻ പോകുന്നു, ഇത്ര നികുതി വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് മന്ത്രിമാരോ വേറെ ആരെങ്കിലും ഉദ്യോഗസ്ഥരോ ഒക്കെ അറിഞ്ഞാൽ അത് വേറെ രീതിയിൽ ബജറ്റ് ലീക്കായി എന്ന് പറയാറ്. അത് ഒരു മുഖ്യമന്ത്രി ഒരു ധനമന്ത്രിയും ചെയ്യാറില്ല. ഇപ്പൊ കേന്ദ്ര ധനമന്ത്രിയും ചെയ്യില്ല. ഇതിന് ഇത്ര നികുതി കൂട്ടും കുറയ്ക്കുന്നൊന്നും. നിർദ്ദേശങ്ങൾ വാങ്ങും, എല്ലാ വകുപ്പുകളും നിർദ്ദേശം വാങ്ങും, കൊടുക്കും. അപ്പൊ നികുതി ഇട്ടു. അപ്പൊ സതീശന്റെ വാദം എന്താ വെച്ചാൽ, ഞാൻ നികുതി ഇട്ടിട്ടുള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി. മദ്യനയം നമുക്ക് തീരുമാനിക്കാം. മദ്യനയം ഇതുവരെ UDF തീരുമാനിച്ചിട്ടില്ല. അതാണ് ലിജു പറഞ്ഞത്. മദ്യനയം തീരുമാനിച്ചിട്ടില്ല. മദ്യനയം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ മദ്യം വിൽക്കണമെന്ന് തീരുമാനിക്കൂ. പക്ഷേ നിലവിലുള്ള മദ്യനയം LDFന്റെയാണ്. LDFന്റെ മദ്യനയം അനുസരിച്ച് ഈ സാധനം ഇവിടെ വിൽക്കാം. പിന്നെ അത് രക്ഷപ്പെടാൻ വേണ്ടി ഗോവിന്ദ മാഷ് ആദ്യം കളിച്ച കളി ഇവർ പറഞ്ഞത്, രാജേഷൊക്കെ പറഞ്ഞത്, ഞങ്ങളത് പഴം പച്ചക്കറി വെള്ളത്തിന്നും അരിയിന്നും ഉണ്ടാക്കണ ധാന്യങ്ങളാണ് എന്നാണ്. അതല്ല എന്നുള്ളത് ക്ലിയറായി. അതും വന്നു. ഇപ്പോ അന്നത്തെ എക്സൈസ് കമ്മീഷണറുമായിട്ടുള്ള കത്തിടപാടുകളെല്ലാം പുറത്തു വന്നു. അതിൽ ഇതൊന്നുമല്ല ഉദ്ദേശിച്ചത്, ഈ മറ്റേ സാധനം തന്നെ, വാറ്റ് തന്നെ ഉദ്ദേശിച്ചത്. വാറ്റ് സ്പിരിറ്റ് കൊണ്ടുള്ള മദ്യം തന്നെ, അതിൽ പഴത്തിന്റെ ഫ്ലേവർ ചേർക്കുക. ഇപ്പൊ നമ്മള് ചില ഇത് കുടിക്കില്ലേ, കൂട്ടിനും കുടിക്കില്ലേ, ഫ്ലേവേർഡ് ആയിട്ട്. അതിപ്പോ അത് നമ്മളിപ്പോ ലെമൺ ഒന്നും അല്ലാതെ, ഇപ്പൊ ലെമൺ ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്നത്, സ്പ്രിന്റ് പോലുള്ള സാധനം കുടിക്കുന്നത്, ലെമൺ ഒന്നും ഇല്ലേ അതില്, ലെമണിന്റെ ഫ്ലേവറാണ്, മാംഗോന്റെ ഫ്ലേവറാണ്, അല്ലാണ്ട് അതിൽ മാംഗോ പൾപ്പൊന്നുമില്ല. അപ്പോ അത് കർഷകരെ സഹായിക്കാനൊന്നുമല്ല. ഫ്ലേവർ കർഷകന് എന്താ ഗുണം? മാംഗോ കർഷകന് മാങ്ങയുടെ ഫ്ലേവർ ഇട്ടിട്ട് എന്താ ഗുണം? കശുവണ്ടി കർഷകന് എന്താ ഗുണം? കശുവണ്ടിയുടെ ഫ്ലേവർ ഇട്ടിട്ട്. അപ്പൊ അതല്ല, അവരും തീരുമാനിച്ചിരുന്നു ഇത് വിൽക്കാൻ. പക്ഷേ അവരുടെ ഇടയിൽ തർക്കം ഉണ്ടായിരുന്നു, മന്ത്രിമാര് തമ്മിൽ തർക്കം. എക്സൈസ് കമ്മീഷണർ പറഞ്ഞു, ഒരു കാരണവശാലും ഇത് വിൽക്കാൻ പറ്റില്ല, ഇത് നയത്തിനെതിരാണ്, LDF പോളിസിക്കെതിരാണ്. ഇപ്പൊ വാദത്തിലുള്ള ബക്കാർഡിയും SDFും ഒക്കെ തന്നെ അന്നും കഥാപാത്രങ്ങളായി ഇവിടെ ഉണ്ട്. ഈ കഥാപാത്രങ്ങളൊക്കെ അന്നും ഇവിടെ ഉണ്ട്. അവര് എല്ലാ കാലത്തും ഉണ്ട്. കേരളത്തിൽ മദ്യം വിൽക്കണമെങ്കിൽ അവര് എല്ലാ കാലത്തും അവർ കളിച്ചിട്ടുണ്ട്. സതീശൻ വന്നപ്പോ എന്നാ പിന്നെ എന്തിനാ അവര് വെച്ചേക്കണേ, കാശ് ഉണ്ടാക്കിയ കൂടെ ബജറ്റിൽ, അല്ലെങ്കിൽ തന്നെ രാജ്യത്തിന് ബുദ്ധിമുട്ട്. എന്നാ പിന്നെ ഇപ്പൊ 24% മദ്യത്തിൽ നിന്നുള്ള റവന്യൂ വരുമാനം, അത് നമുക്കൊരു 26 30 ആക്കാലോ എന്ന രീതിയിൽ സതീശന് തിട്ടു. സതീശന് സ്മാർട്ടാണ്, കളിക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണ്. ഇപ്പൊ എന്ത് പറ്റി? ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ മദ്യവിരുദ്ധരും സഭയും മുസ്ലിം ലീഗും എല്ലാവരും ഇറങ്ങി, സ്വാഭാവികമായും. ഇപ്പൊ വലിയ തർക്കം നടക്കുകയാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യം ഇറക്കുന്നത് മറ്റ് ലഹരികളെ കുറയ്ക്കുമോ കൂട്ടുമോ? ഇപ്പോൾ ഇതുവരെ കുടിക്കാത്ത ആൾക്ക് ഇതിന്റെ പ്രത്യേകത എന്താ? നമുക്ക് ടെട്രാപാക്ക് പോലെ വഴിന്ന് വാങ്ങിച്ച് കൊക്കോകോള വാങ്ങിച്ച് കുടിക്കുന്ന പോലെ കുടിക്കാം. ഇതിന് വേറെ നിയമമൊന്നുമില്ല. കൊക്കോകോള കുടിക്കണം, മദ്യഷാപ്പിൽ പോകണ്ട, വേണമെങ്കിൽ കൊക്കോകോള കുടിക്കുന്ന പോലെ മേടിച്ച് കുടിച്ചിട്ട് പോവാം ആവശ്യമാണെങ്കിൽ. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കുടിക്കുന്നു, വ്യാപകമാക്കും എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. യഥാർത്ഥത്തിൽ വ്യാപകമാക്കുന്നത് നല്ലതാണെന്നാണ് ഉദയഭാനു കമ്മീഷൻ പറഞ്ഞത്. എന്താ വെച്ചാൽ അവർ മറ്റേ മദ്യത്തിലേക്ക് പോവാതിരിക്കാം. പക്ഷെ ഇത് ശീലിക്കാനാണെന്നാണ് വേറൊരു കൂട്ടർ പറയുന്നത്. ഇത് ശീലിച്ച് നമുക്ക് വലുതേലേക്ക് പോവാം, 5ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള 6ാം ക്ലാസ്സിലേക്ക് കയറാം, അങ്ങനെ പ്രൊമോഷൻ വാങ്ങിക്കാൻ ഇത് പറ്റുന്നു വേറൊരു കൂട്ടർ. ഇതൊരു വലിയ തർക്ക വിഷയമാണ്. ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് എപ്പോഴെങ്കിലും അവസാനിക്കുന്ന ഒരു തർക്കമാണ്. പക്ഷെ പ്രശ്നം, LDFന് ഒരു കാര്യം പറയാൻ പറ്റില്ല, മദ്യവ്യാപനത്തിന് ഇത് സഹായിക്കുന്നു പറയാൻ പറ്റില്ല. ഒന്നവർ 800 ബാർ കൊടുത്തവരാണ്, ഇതൊക്കെ നേരത്തെ കൊടുത്തവരാണ്, ഏറ്റവും കൂടുതൽ കൊടുത്തവരാണ്. രണ്ടാമത്, ഇതിന് ചട്ടമുണ്ടാക്കിയത് അവരുണ്ടാക്കിയ ചട്ടം അനുസരിച്ച് ഇത് വിൽക്കാൻ സതീശന് സർക്കാരിന് അധികാരമുണ്ട്. 2, അപ്പോൾ എന്തുവെന്ന് വെച്ചാൽ മദ്യവ്യാപനമല്ല പ്രശ്നം, അവരുടെ ആകെയുള്ള പ്രശ്നം നികുതി കുറവാണെന്നുള്ളതാണ്. നികുതി കുറച്ചു എന്നുള്ളതാണ്. നികുതി കുറച്ചു എന്ന് പറഞ്ഞാലും ടെക്നിക്കലി ശരിയല്ല, നികുതി ഇല്ലായിരുന്നു. നികുതി ഫിക്സ് ചെയ്തു എന്നാണ് സതീശൻ ബാധിക്കുന്നത്. എന്തായാലും ഇപ്പൊ ഒരു ലഹരി ആയിട്ടുണ്ട് അത്. ഇപ്പൊ ഈ അമ്പുകൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും മദ്യത്തിന്റെ കാര്യത്തിൽ ചില സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇടതുപക്ഷം പിന്നെ മദ്യ നിരോധനവും മദ്യവർജനവും ഒക്കെ വെറുതെ പറയുന്നല്ലാണ്ട് കാര്യമൊന്നുമില്ല. കോൺഗ്രസും അങ്ങനെ തന്നെയാണ്. അപ്പോ കേരളത്തിന് പുറത്ത് കിടന്നാൽ ഇതിനേക്കാൾ വ്യാപകമായി മദ്യം കിട്ടുന്ന സ്ഥലങ്ങളാണ് ബാക്കിയെല്ലാം. ഇപ്പൊ ഡൽഹി ആയാലും ഹരിയാന ആയാലും കർണാടക ആയാലും ഹൈദരാബാദ് ആയാലും ഒക്കെ ഇതിനേക്കാൾ കൂടുതൽ മദ്യം കിട്ടുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല മദ്യത്തിൽ താത്വികമായ നിലപാടുള്ള ഒരു പക്ഷേ സുധീരനെ പോലുള്ള കുറച്ച് പേർക്കാവാം. പക്ഷെ ആ നിലപാട് പ്രായോഗികമായ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്നറിയില്ല. ഒരു പക്ഷേ മുസ്ലിം ലീഗിനും
കത്തോലിക്ക സഭയ്ക്കും വരെ അല്പം മയപ്പെട്ട നിലപാടാണ് എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. കാരണം സതീശൻ പറയുന്നതിലും കുറച്ച് കാര്യമുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ഏതായാലും UDF സബ് കമ്മിറ്റിയെ വെക്കാൻ പോകണം. സബ് കമ്മിറ്റി തീരുമാനിച്ചു കഴിയുമ്പോൾ ഇത് വിൽക്കണ്ടാന്ന് തീരുമാനിക്കണമെങ്കിൽ സതീശൻ പറഞ്ഞ പോലെ ഈ നികുതിക്ക് അർത്ഥമുണ്ടാവില്ല. പക്ഷെ നികുതി പിൻവലിക്കാൻ സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല.